എല്ലാവർക്കും ശ്രീമാർക്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ PSCയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ധാരാളം PSC എക്സാംസ് വരികയാണല്ലോ. അടുത്ത മാസം തന്നെ 2 എക്സാം ഉണ്ട്. ഡിഗ്രി പ്രിലിംസ് എക്സാം ഉണ്ട്, ജൂണിലും ഉണ്ട് 3ാം ഘട്ട എക്സാം, പിന്നെ LDC എക്സാം, LGS എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. x⁻⁸ × x⁻h. ഇവിടെ ബേസ് രണ്ടും തുല്യ, രണ്ടെണ്ണം എക്സ് ആണ്. a⁻m × a⁻n എന്ന് പറയാം, a⁻m+n. അതായത് ഇവിടെ രണ്ടിടത്തും ബേസ് എക്സ് ആയതുകൊണ്ട് x⁻⁸ × x⁻8 എന്ന് പറയാം, x⁻8+8. That is -8+8 എന്ന് പറയാം 0 ക്യാൻസൽ ആയി പോകും. x⁻0 = 1. എനി ക്വാണ്ടിറ്റി ⁻0 പവർ 0 ആയാൽ അതിന്റെ വില 1 ആണ്. 10⁻0 1 ആണ്, x⁻0 1 ആണ്, n⁻0 1 ആണ്. എനി ക്വാണ്ടിറ്റി ⁻0 1 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം 1. ഇനി 81⁻0.2 × 81⁻0.3 അതും അതേ മോഡലിൽ തന്നെയാണ്. രണ്ട് ബേസും തുല്യമാണ്, 81 ആണ്. 81⁻0.2 പവേഴ്സ് കൂട്ടി എഴുതുക, 0.2 + 0.3 ദാറ്റ് ഈസ് 81⁻0.5. 0.5 എന്ന് പറയാം, 0.5 എന്ന് പറഞ്ഞാൽ അരയാണ്, രണ്ടിലൊന്ന്. 81⁻1/2 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് എഴുതണ്ടേ. 1/2 സ്ക്വയർ റൂട്ട് ഓഫ് 81. 1/3 ആയിരുന്നെങ്കിൽ ക്യൂബിക് റൂട്ട്, 1/5 ആണെങ്കിൽ 5th റൂട്ട്, അങ്ങനെ മനസ്സിലാക്കും. 81⁻1/2 എന്ന് പറയാം സ്ക്വയർ റൂട്ട് ഓഫ് 81. ഓപ്ഷൻ എ ആണ് ഉത്തരം. 27⁻1/6 × 27⁻1/6 ഇവിടെ കൃത്യങ്ക നിയമം. a⁻m × a⁻n a⁻m+n. 27 ബേസ് രണ്ടും തുല്യമാണ്. നമുക്ക് 27⁻1/6 പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി, പ്ലസ് 1/6. അതായത് 27 2 തവണ 1/6 വന്നതുകൊണ്ട് 2 × 1/6 2/6. അതായത് 27 ഇത് കട്ട് ചെയ്യുമ്പോൾ 1/3 എന്ന് വരും. 1/3 1/3 എന്ന് പറയാൻ അതിന്റെ ക്യൂബിക് റൂട്ടാണ്. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 27. 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബാണ്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാല് 3 വരും. ക്യൂബിക് റൂട്ട് ഓഫ് 125 എന്ന് പറഞ്ഞാൽ 5 വരും. 5 ക്യൂബാണ് 125. 2 ക്യൂബിന്റെ ക്യൂബിക് റൂട്ട് എന്ന് പറയാൻ 2 വരും. 2 × 2 × 2. 10⁻8/10⁻8. a⁻m/a⁻n വില a⁻m-n ഡിവിഷൻ വരുമ്പോൾ a⁻m/a⁻n എന്ന് പറയാം a⁻m-n. ഇവിടെ അതേ മോഡലിലാണ്. 10⁸ ഡിവൈഡഡ് ബൈ 10⁻⁻8 എന്ന് പറയാം 10⁸ -8. 2 മൈനസ് അടുത്ത് വരുമ്പോൾ അതങ്ങ് പ്ലസ് ആകും. 10⁸ മൈനസ് അങ്ങ് പ്ലസ് ആകും. 8 + 8 = 10⁻16 വരും. 10⁻16. a⁻m/a⁻n എന്ന് പറയാം a⁻m-n. അതായത് പവർ ബേസ് രണ്ടും തുല്യമാണ്. ഇവിടെ കൃത്യങ്ക നിയമം. 10⁻8/10⁻−8 എന്ന് പറയാം 10⁻8 -8. 10⁻8 + 8 മൈനസ് പ്ലസ്. അതായത് 10⁻8 -8 പ്ലസ്
8+8 10⁻16. ഓപ്ഷൻ എ ആണ് ഉത്തരം 10⁻16. ഇവിടെ 2⁻1 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് എല്ലാം ഡിവൈഡഡ് ബൈ അതങ്ങനെ വന്നാൽ എത്ര എണ്ണം വന്നാലും ആദ്യത്തെ സംഖ്യ മാത്രം അങ്ങനെ എഴുതും. ബാക്കിയെല്ലാം താഴെ ഇട്ട് ഇൻറ്റു ചെയ്താൽ 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഈക്വൽ ടു ഈ 2 ഇതിൽ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ആവും. അടിയിൽ 2 മുകളിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു 2 കളഞ്ഞ് ഇതിൽ നിന്ന് കളഞ്ഞു. അപ്പം 1/2² ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ്. അപ്പൊ ഇവിടെ എത്ര വരും? 1/2² + 3 + 3 a⁻m ഇൻറ്റു a⁻n ഇൻറ്റു a⁻m+n+o. 1/2⁸ വരും. അതിന്റെ ഉത്തരം 2⁻−8 ആണ്. മുകളിൽ വരുന്ന ഓപ്ഷനിൽ ശരിയില്ല. ഇനി 2/16 പകുതി എന്തിന്റെയും പകുതി ചോദിച്ചാൽ /2. 2/16 പകുതി 2/16/2/2. അത് 2/16/2 എന്ന് പറയാൻ 2/1 a⁻m/a⁻n a⁻m-n 2/16 - 1 2/15. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതെല്ലാം കൃത്യംഗ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകളാണ്. കൃത്യംഗ നിയമങ്ങൾ, ലോസ് ഓഫ് എക്സ്പോണൻഷ്യൽ തിയറി. ആ കൃത്യംഗ നിയമങ്ങൾ മാത്രമായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. 2300 പരം PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വേണ്ട എല്ലാ കൂട്ടുകാരിലേക്കും, കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രത്യേകമായി പ്രിപ്പയർ ചെയ്ത ഫോർമുലാസ് മാത്രമുള്ള വീഡിയോസും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.